അങ്ങനെ പവനായി ശവമായി. ഒരാൾക്ക് ശവമാവാൻ പല രീതികളുണ്ട്. ഒന്നെങ്കിൽ സാധാരണ മരണം വരാം, അല്ലെങ്കിൽ ആരെങ്കിലും കൊല്ലാം, അല്ലെങ്കിൽ ആത്മഹത്യ ചെയ്യാം. ഇത് കൊലപാതകമാണ് കേട്ടോ, ഒരു സംശയമില്ല. സ്വയം മരണപ്പെട്ടതോ അല്ലെങ്കിൽ ഒരു സ്വാഭാവിക മരണമൊന്നും അല്ല ഇത് കൊലപാതകമാണ്. സംഭവം പറയുന്നത് ആപ്പിനെ കുറിച്ചാണ്. ആം ആദ്മി പാർട്ടി. ആരാണ് കൊലപാതകം ചെയ്തത്? കൊലപാതകി ആരാണ്? ഒരു സംശയമില്ല, ആ പാർട്ടിയുടെ നേതാവാണെന്ന് പറഞ്ഞു നടക്കുന്ന കേജ്രിവാൾ തന്നെ. കേജ്രിവാൾ ആ പാർട്ടിയെ കൊന്ന് കൊലവിളിച്ചിരിക്കുന്നു എന്നുള്ളതാണ്. എന്തിനാണ്, എങ്ങനെയാണ് അതിലേക്ക് എത്തിച്ചേർന്നത്? നോക്കൂ, ഒരു പാർട്ടി വന്നപ്പോൾ ഏതൊരു പാർട്ടിയും മുമ്പോട്ട് വെക്കുന്ന ഒരു ഐഡിയോളജി ഉണ്ട്, ഒരു പ്രത്യയ ശാസ്ത്രമുണ്ട്. ഇതങ്ങനെയുള്ള ഒരു സംഭവമില്ല. ഗവേണൻസ് ഇഷ്യൂ ആയ അഴിമതിയെ, മുതലാളിത്വത്തെ, അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം ഒരാശയപരമായി അവതരിപ്പിക്കാനാണോ കേജ്രിവാൾ ശ്രമിച്ചത് എന്നുള്ളതാണ്. ഈ നാട് ചൂലുകൊണ്ടടിച്ച് ക്ലീൻ ചെയ്യുമെന്ന് പറഞ്ഞു വന്ന പുള്ളിക്കാരൻ ഏറ്റവും അവസാനം 2 വെള്ളത്തിൽ കാല് ചവിട്ടി. ഈ 2 വെള്ളത്തിൽ ചവിട്ടുമ്പോൾ കീറിപ്പോണത് എവിടെയാണെന്ന് നമുക്കറിയാലോ. അപ്പോൾ അങ്ങനത്തെ ഒരു സംഭവമാണ് പുള്ളിക്ക് വന്നേക്കണേ എന്നുള്ളതാണ്. കാരണം പ്രത്യയശാസ്ത്രമില്ല, ഐഡിയോളജി ഇല്ല. വെറുതെ വന്നിട്ട് ഇങ്ങനെ മുതലാളിത്തത്തിനെതിരെ അല്ലെങ്കിൽ ഞങ്ങൾ ഇപ്പൊ ഇതങ്ങോട്ട് ശരിയാക്കി കളയും എന്നൊക്കെ പറഞ്ഞാണ് പുള്ളി വന്നത്. നോക്കൂ, ഒരു ഉദാഹരണം മാത്രം എടുത്താൽ മതി. പുള്ളി ഒരു കത്ത് എഴുതി ഈ നിയമസഭാ ഇലക്ഷന് മുമ്പ്. ആർക്കെ എഴുതിയത്? RSSന്. ഈ സ്കൂളില് അധ്യാപകരോടൊക്കെ നമ്മൾ പരാതി പറയില്ലേ, ഇവൻ എന്നെ നുള്ളിപ്പറിച്ച് അല്ലെങ്കിൽ ഇവൻ എന്നെ ചീത്ത പറഞ്ഞു സാറേ എന്നൊക്കെ പറഞ്ഞു പോകുന്ന പോലെ RSSന് ഒരു തുറന്ന കത്താണ് പുള്ളിക്കാരൻ എഴുതിയത്. പുള്ളിക്കാരൻ പറയുന്നത് ആ കത്തിൽ ഇങ്ങനെയാണ്: BJP വലിയ രീതിയിൽ വോട്ടർ പട്ടിക തിരുത്തുന്നു, വോട്ടർ പട്ടികയിൽ നിന്ന് ആളുകളെ ഒഴിവാക്കുന്നു എന്നുള്ളതാണ്. അപ്പോ പറയാതെ കേജ്രിവാൾ പറയുന്നത് എന്താണ്? RSS ഈ നാട്ടിലെ അന്യായങ്ങൾക്കെതിരെ, വോട്ടർ പട്ടിക തിരുത്തുന്നതിനെതിരെ, വോട്ടിംഗ് യന്ത്രത്തിലെ കൃത്രിമത്വത്തിനെതിരെ, അനാവശ്യമായ കടന്നുകയറ്റത്തിനെതിരെയൊക്കെ RSS നല്ല രീതിയിൽ പ്രവർത്തിക്കുന്ന ഒരു സംഘടനയാണ്. പക്ഷെ BJP അങ്ങനെയല്ല. RSS ശാസിച്ചാലേ BJP നന്നാവൂ എന്നാണ് കേജ്രിവാൾ പറയുന്നത്. ഇങ്ങനെ RSSനെ അനുകൂലിക്കുകയും BJPയെ എതിർക്കുകയും ചെയ്യുന്ന ഒരു സംഭവം, ഒരു ചിന്താഗതി, ഇതാണ് കേജ്രിവാൾ മുന്നോട്ട് വെച്ചത്. വ്യക്തമായ തിരിച്ചടിയല്ലേ ആ നാട്ടിലെ ജനങ്ങൾ കൊടുത്തത്? ഇന്ത്യ മുഴുവനും അവർ നേരിടാൻ പോകുന്നത് ഇത് തന്നെയാണ്. ഒരു പാർട്ടി വലിയ പ്രതീക്ഷയോടെ ഒരു ന്യൂജൻ പാർട്ടിയായി വന്നിട്ട് അതിന്റെ ഒരു അസ്തമനം നമ്മൾ കണ്ടുപോവുകയാണ്. എന്താണ് ആപ്പിന്റെ ഭാവി എന്ന് നിങ്ങൾ ആലോചിച്ച് നോക്കൂ. ഇത് BJPയുടെ ശക്തമായ പ്രവർത്തനത്തിന്റെ, അങ്ങനെ മാത്രം പറഞ്ഞ് BJPക്ക് ഒരു ക്രെഡിറ്റ് കൊടുക്കണ്ട. സ്വയം ഒരു നേതാവ് ഒരു പാർട്ടിയെ കുത്തിക്കൊന്ന് കൊല വിളിക്കാൻ തയ്യാറെടുത്തപ്പോൾ BJPക്ക് കാര്യങ്ങൾ എളുപ്പമായി എന്നുള്ളതാണ്. RSSന് ഗുഡ് സർട്ടിഫിക്കറ്റ്, BJPക്ക് എതിരെ ശക്തമായ പോരാട്ടം. എന്ത് വിരോധാഭാസമാണിത്?